അധികാരമേറ്റതിന് ശേഷം ആകെ മൊത്തം തകർന്ന് തരിപ്പണമാകുകയാണ് വി.ഡി. സതീശൻ മന്ത്രിസഭ. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 100-ലേറെ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന യു.ഡി.എഫ് സർക്കാർ ആടി ഉലയുകയാണ്. യു.ഡി.എഫ് സർക്കാരിൻ്റെ നയങ്ങളിലെല്ലാം സതീശൻ വെള്ളം ചേർത്തിരിക്കുന്നു. കോൺഗ്രസ് മുഖ്യശത്രുവായി കാണുന്ന, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മുഖ്യശത്രുവായി കാണുന്ന അദാനിയുമായി സതീശൻ ഉണ്ടാക്കിയ ഡീൽ ഹൈക്കമാൻഡിനെ അമ്പരപ്പിച്ചിരിക്കുന്നു. സതീശൻ തോന്നിവാസം പോലെ എല്ലാം ചെയ്യുകയാണ്. കേരളം പ്രളയത്തിൽ വിറങ്ങലിച്ചു നിന്നപ്പോൾ പൊന്നാനിയിൽ പോയി ബിരിയാണി കഴിച്ചു സതീശൻ. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നു സതീശൻ. എന്തിനായിരുന്നു? അമ്മായിയച്ഛനെ കാണാൻ. ഇങ്ങനെ നാണം കെട്ടിരിക്കുകയാണ് സതീശൻ. സതീശന് കടിഞ്ഞാണിടാൻ പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. KPCC അധ്യക്ഷനാകാൻ ഉടുപ്പം തച്ച് കൊടുക്കുന്നിൽ സുരേഷുണ്ട്, അടൂർ പ്രകാശുണ്ട്, ബെന്നി ബെഹന്നാനുമുണ്ട്. പക്ഷേ നറുക്ക് വീണിരിക്കുന്നത് ഷാഫി പറമ്പിലിനാണ്. ഒരു കാലത്ത് സതീശൻ്റെ വലം കൈയായിരുന്നു ഷാഫി പറമ്പിൽ. ഇപ്പോൾ സതീശൻ്റെ മുഖ്യ ശത്രുവാണ് ഷാഫി പറമ്പിൽ. KC വേണുഗോപാലിൻ്റെ വലം കൈയാണ് ഇപ്പോൾ ഷാഫി. വടകര MP ആയ ഷാഫി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പര്യടനങ്ങൾ കോൺഗ്രസിൻ്റെ വിജയത്തിന് വലിയ തിളക്കം നൽകി. വാമനപുരം മുതൽ തിരുവനന്തപുരം, വാമനപുരം മുതൽ കാസർഗോഡ് വരെ ഷാഫി നടത്തിയ പര്യടനം മുസ്ലിം സമുദായത്തിൻ്റെ ഏകോപനത്തിന് കാരണമായി മാറി. അങ്ങനെ ഷാഫി പറമ്പിൽ സ്റ്റാറായി നിൽക്കുകയാണ്. ഷാഫി പറമ്പിലും സതീശനുമായി തെറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, ഷാഫിയുടെ പെറ്റായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ കർശന നടപടി സ്വീകരിച്ചതോടെയാണ്. അതിനുശേഷം ഷാഫിയും സതീശനും തമ്മിൽ അകന്നു. സതീശൻ ഗ്രൂപ്പ് വിട്ട് ഷാഫി KCയുടെ തണലിൽ അഭയം തേടി. ആ ഷാഫിയെ KPCC അധ്യക്ഷനാകാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ പറയുന്നതാണ് AICCയുടെ തീരുമാനം. KC വേണുഗോപാൽ പറയുന്നതാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അതൊക്കെയാണ് പ്രത്യേകത. അതൊക്കെയാണ് KC വേണുഗോപാലിൻ്റെ കരുത്ത്. KC വേണുഗോപാലിൻ്റെ കണ്ണിലെ കരടാണ് സതീശൻ. രാഹുൽ ഗാന്ധിയുടെയും കണ്ണിലെ കരടായി സതീശൻ മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് സതീശൻ നടത്തിയ മംഗലാപുരം യാത്ര വളരെ വിവാദമായി മാറി. ആ മംഗലാപുരം യാത്രയിൽ സതീശൻ കണ്ടത് കർണാടകയിലെ അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ കിഷോർ ആൽവയെ ആയിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു, ദേശാഭിമാനിയും കൈരളിയും സോഷ്യൽ മീഡിയകൾ. പക്ഷേ സതീശനെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, സതീശനെ പൂക്കി മുഖ്യമന്ത്രിയാക്കിയ വലതുപക്ഷ മാധ്യമങ്ങൾ ആ ചിത്രം മറച്ചു വെച്ചു. ഇപ്പോൾ പ്രളയത്തിൻ്റെ ദുരിതപ്പെയ്ത്തിൽ കേരളം തകർന്ന് അടിയുമ്പോൾ, കേരളം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സതീശൻ ചെയ്ത നടപടികൾ ജനങ്ങൾ ചർച്ച ചെയ്യും. മറുവശത്ത് രമേശ് ചെന്നിത്തല സതീശനെ വെട്ടാൻ തരം നോക്കി നിൽക്കുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും സതീശനെ കൂച്ചുവിലങ്ങിടാൻ ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷനാക്കുന്നതിലൂടെ കഴിയുമെന്നാണ് KC വേണുഗോപാലിൻ്റെ വിലയിരുത്തൽ. കൊടുക്കുന്നിൽ സുരേഷ് ഏറെക്കാലമായി KPCC അധ്യക്ഷനാകാൻ കാത്തിരിക്കുന്നു. അടൂർ പ്രകാശിനും താല്പര്യമുണ്ട് KPCC അധ്യക്ഷ പദവി. ബെന്നി ബെഹന്നാന് താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. എന്തിന്? തടകൊഴിഞ്ഞ സിംഹമായ K സുധാകരനും താല്പര്യമുണ്ട്. പക്ഷേ ആ താല്പര്യങ്ങൾക്കെല്ലാം അതീതമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒറ്റിയ സതീശന് തിരിച്ചടി കൊടുക്കാൻ ഷാഫി പറമ്പിലിനെ തന്നെ KPCC അധ്യക്ഷനാക്കാൻ KC വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നു. ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനായ ന്യൂനപക്ഷ വോട്ടുകൾ എക്കാലവും പോക്കറ്റിലാകും എന്നാണ് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ. നല്ല സംഘാടകനാണ് ഷാഫി പറമ്പിൽ, അതിൽ സംശയമൊന്നുമില്ല.
മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള പാലമായി പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ, വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ലയിപ്പിച്ചത് ഷാഫി പറമ്പിലിൻ്റെ മിടുക്കുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയോഗം ഷാഫി പറമ്പിലിന് ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഷാഫി പറമ്പിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ.